എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഖത്തറിലെ സീ ലൈൻ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ദോഹയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു ഈ സീ ലൈൻ സീസൺ നടക്കുന്നിടത്ത് എത്താനായിട്ട്. അങ്ങനെ നമ്മൾ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മരുഭൂമിക്കുള്ളിലാണ് ശരിക്കും ഈ പ്രോഗ്രാം നടന്നിരുന്നത്. അവിടെ നമുക്ക് ഡെസേർട്ട് സഫാരിയും ക്യാമൽ റൈഡും ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര തിരക്കാണ്. നോക്കിക്കുക എന്തോരം തിരക്കാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ വന്നപ്പോൾ നമുക്ക് ശരിക്കും ദുബായിലെ ഡെസേർട്ട് സഫാരിയാണ് ഓർമ്മ വന്നത്. അവിടെ ഇതുപോലെ നമുക്ക് ക്യാമൽ റൈഡും ഹോഴ്സ് റൈഡും ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഇത് കണ്ടോ, നമുക്ക് ഫാൽക്കണെ കയ്യിലെടുത്ത് പിടിക്കാനൊക്കെ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മുടെ മുന്നിൽ ഒരു ചെറിയ കുതിര വന്നിരിക്കുകയാണ്. അപ്പോൾ ശ്രീഹാൻ ഒരു ആഗ്രഹം, അവന് കുതിരപ്പുറത്ത് കയറണമെന്ന്. അങ്ങനെ ശ്രീഹാനെ കുതിരപ്പുറത്ത് കയറ്റി അങ്ങനെ അവനവിടെ ചെറിയ രീതിയിലുള്ള ഒരു ഹോഴ്സ് റൈഡിംഗ് ഒക്കെ നടത്തുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ഇവൻറ്റ് നടക്കുന്നിടത്ത് എത്തിയിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേര് സീ ലൈൻ ആണ്. സീ ലൈൻ സീസൺ എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന് കൊടുത്തിരുന്നത്. അങ്ങനെ നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കായിരുന്നു. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്തോരം ആളുകളുണ്ടായിരുന്നെന്നറിയോ. ഞങ്ങൾ ശരിക്കും അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ്. ഞങ്ങൾ അതുവഴി പോയപ്പോഴത്തേക്കും ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്നറിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ രാത്രിയിൽ അങ്ങോട്ട് പോയതാണ്. നമുക്ക് എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. നമ്മളിങ്ങനെ അതുവഴിയെല്ലാം നടക്കുകയാണ്. സ്റ്റേജൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ പ്രോഗ്രാമുകളായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഫയർ വെച്ചിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ദുബായ് ഡെസേർട്ട് സഫാരി ചെയ്ത സമയത്ത് നമ്മൾ ഇതുപോലെ ഫയർ വെച്ചിട്ടുള്ള പെർഫോമൻസ് അവിടെ കണ്ടിരുന്നു. നമുക്ക് ഈ ഒരു പെർഫോമൻസ് സ്ക്രീനിലും കാണാം, അതുപോലെ നേരിട്ട് കാണാനും പറ്റുമായിരുന്നു. ഇവിടെ ധാരാളം ഫുഡ് ട്രക്കൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ മേടിച്ചിട്ട് കഴിക്കായിരുന്നു. അങ്ങനെ സ്റ്റേജിൽ പ്രോഗ്രാമുകൾ ഇങ്ങനെ നടക്കുകയാണ്.
ഈ കാണുന്ന ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. സ്റ്റേജ് ഫുള്ള് പുക കൊണ്ട് നിറഞ്ഞ ഒരു സംഭവമായിരുന്നു. എന്തോ ഒരു കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്ന രീതിയിലുള്ള ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇങ്ങനൊരു പ്രോഗ്രാം കാണുന്നത്. സ്റ്റേജ് മൊത്തം പുകയാണ്. അതുപോലെ തന്നെ എന്താ നടക്കുന്നതെന്നൊന്നും നമുക്കങ്ങനെ മനസ്സിലാകുന്നില്ല. ഫുള്ള് സ്പ്രേ ചെയ്യുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എന്താ നടക്കുന്നതെന്നൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രോൺ ഷോ ആയിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. സ്റ്റേജിൽ ഇങ്ങനെ പ്രോഗ്രാം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരു പ്രോഗ്രാം നമുക്ക് കാണാൻ പറ്റി, വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. ഒരു വള്ളി വെച്ചിട്ട് അവർ ഈ കയ്യിലിരിക്കുന്ന ഈ പേപ്പർ എന്തോ സംഭവം മുറിച്ച് കളയാണ്. സൈക്കിൾ വെച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ, അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പുള്ളി ആ സൈക്കിൾ ബാലൻസ് ചെയ്യുന്ന രീതിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ തിരിച്ച് ദോഹയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.